കേരളത്തിന്റെ ആരോഗ്യ മേഖല കുത്തഴിഞ്ഞു കിടക്കുകയാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുകയാണ്. ഒരു തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലേക്ക് ആരോഗ്യ വകുപ്പ് പോകുന്നു എന്ന് പ്രതിപക്ഷം സമ്മതിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലം കെ മുരളീധരൻ ആരോഗ്യ വകുപ്പിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നാണോ? നോക്കൂ, ഇന്ന് നിയമസഭയിൽ വളരെ നാടകീയമായ രംഗങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രംഗങ്ങളാണ് മുഹമ്മദ് റിയാസ് മുന്നോട്ട് വെക്കുന്നത്. ഈ ഭരണപക്ഷത്തിരിക്കുന്ന 101 വലുതാണ് 35 എന്ന് തെളിയിക്കാൻ പോകുന്ന ദിനരാത്രങ്ങളാണ് വരാൻ പോകുന്നത് എന്നാണ്. ആരോഗ്യരംഗം മുഴുവനായി തകർന്നു കിടക്കുന്നു. കണ്ണോത്ത് കരുണാകരൻ മകൻ കെ മുരളീധരൻ, കരുണാകര മുരളീധരൻ ഒരു പരാജയപ്പെട്ട ആരോഗ്യമന്ത്രിയായിരുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഗർജിക്കുന്ന സിംഹമായ മുഹമ്മദ് റിയാസ് ഇന്ന് ആവശ്യപ്പെടുകയും, എന്നാൽ ആ ആവശ്യം പരിഹാസരൂപേണ തന്നെ ഭരണപക്ഷം തള്ളിക്കളയും കൃത്യവും വ്യക്തവുമായ ഉത്തരം കെ മുരളീധരൻ നൽകുകയും ചെയ്തതിൽ കോപാകുലനായ പ്രതിപക്ഷ നേതാവ് മുഹമ്മദ് റിയാസിൻ്റെ ബഹുമാനനായ ഭാര്യാപിതാവ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എഴുതി വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് സഭ വാക്കൗട്ട് ചെയ്തു. ഇതാണ് ഇന്ന് നിയമസഭയിൽ സംഭവിച്ചത്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ നിലവിൽ, അതായത് ഈ പകർച്ചവ്യാധി വ്യാപനവുമായി മഴക്കാലവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം നിലനിൽക്കുന്നതായി മേഘയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ അങ്ങനെ പറയത്തക്ക വലിയ പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു പടുകുഴിയിൽ വീണ് കിടക്കുന്ന ഒരു സിസ്റ്റം പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അറ്റ് പ്രസന്റ് ഇപ്പോഴത്തെ ക്രൈസിസ് എല്ലാം കൃത്യമായി മാനേജ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്താൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ മുരളീധരൻ പറഞ്ഞ വാചകമുണ്ട്, കഴിഞ്ഞ 10 വർഷക്കാലങ്ങൾ നശിപ്പിച്ച് നാറാണക്കല്ല് പറിപ്പിച്ച ഒരു സിസ്റ്റത്തെ നേരെയാക്കുന്നതിന് ഒരു മാസം കൊണ്ട് സാധിക്കില്ല. അതിന്റെ പ്രൊസീജിയേഴ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 10 വർഷക്കാലം ഇവിടെ നടന്നത് റീൽ ചിത്രീകരണവും കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ നടന്നത് വീണമീട്ടലുമാണ് എന്നാണ് കെ മുരളീധരൻ ഇന്ന് നിയമസഭയിൽ പ്രസംഗിച്ചത്. ഭരണപക്ഷം വളരെ കരഘോഷങ്ങളോടുകൂടിയാണ് അതിനെ ഏറ്റെടുത്തത്. അപ്പോൾ പറയാണ്, നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അപ്പോൾ കൃത്യമായി ഞാനൊരു കാര്യം പറയട്ടെ, ഈ നിപ്പയും അല്ലെങ്കിൽ ഈ കൊറോണയും പ്രളയവും ഒക്കെ PR വർക്കിന്റെ ഭാഗമാക്കിയെടുത്ത ഒരു സർക്കാരാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ ഭരിച്ചത്, അല്ലേ? നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമാണ് ഇത്തവണ നിപ വന്നു, ഈ പ്രാവശ്യം ഒരാൾക്ക് നിപ സ്ഥിരീകരിക്കുന്നു. എന്താണ് സർക്കാർ ചെയ്തത്? കൃത്യമായി 136 പേരുടെ സമ്പർക്ക പട്ടികയുണ്ടാക്കി അവരെ നിരീക്ഷണത്തിൽ വെച്ച് ഈ പറയപ്പെടുന്ന പോസിറ്റീവായ മനുഷ്യനെ നെഗറ്റീവ് ആകുന്നത് വരെ ട്രീറ്റ്മെന്റ് കൊടുത്ത് ഒരു നാട്ടിലെ ആരെയും പാനിക്കാക്കിയില്ല. ശരിയല്ലേ? സാധാരണഗതിയിൽ നിപ വരുമ്പോഴേക്ക് ഭയങ്കരമായ രീതിയിലുള്ള പാനിക് സിറ്റുവേഷനിലേക്ക് വാർത്താ സമ്മേളനങ്ങളിലൂടെയും പത്രക്കുറിപ്പുകളിലൂടെയും നാടിനെ കൊണ്ടുപോകും. ഇവിടെ സൈലന്റായി ട്രീറ്റ്മെന്റ് വേണ്ടുന്ന ഭാഗം, സംരക്ഷണം വേണ്ടുന്ന ഭാഗം, ശ്രദ്ധ വേണ്ടുന്ന ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് ജനങ്ങളെ പാനിക്കാക്കാതെ ആ സർക്കാർ കൃത്യമായ നിരീക്ഷണം ഏർപ്പെടുത്തി, കൃത്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. നിപ പോസിറ്റീവായ രോഗി നെഗറ്റീവായി ഹോസ്പിറ്റൽ വിട്ടു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. അത് അവരുടെ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന ആരിലേക്കും ഈ രോഗം വ്യാപിക്കാതിരിക്കാൻ ആരോഗ്യ മേഖല കൃത്യമായി ശ്രദ്ധിക്കുകയും ചെയ്തു. പക്ഷേ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രി ജില്ലയിൽ പോയി ക്യാമ്പ് ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവര് പിന്നെ നിപ്പ ആദ്യം വന്ന സമയത്ത് ആരോഗ്യമന്ത്രി അവിടെ പോയി ക്യാമ്പ് ചെയ്തതും ആരോഗ്യമന്ത്രിക്ക് പനി വന്നതും ഒക്കെ വെച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു, അല്ലേ? മനോഹരമായ സിനിമയാണ്. ടോവിനോയും രേവതിയൊക്കെ അഭിനയിച്ച ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത മനോഹരമായ ഒരു സിനിമയാണ്. വൈറസ് എന്നോ എന്താണ് സിനിമയുടെ പേരുണ്ടായിരുന്നത്. എന്തായാലും ആ സിനിമയുടെ അനന്തരഫലം എന്താണ്? വളരെ ഒരു PR വർക്ക് കൃത്യമായി ജനങ്ങളിലേക്ക് കാണിച്ചു കൊടുത്തു. പക്ഷെ അന്ന് നിപ വന്നപ്പോ മരണപ്പെട്ട ഒരു നേഴ്സില്ലേ ഇവിടെ? 16ഓളം പേർ മരണപ്പെട്ടില്ലേ കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ? ഇത്തവണ വന്ന സമയത്ത് ഒരു സിനിമ എടുക്കാൻ പോയില്ല, റീൽസ് ഉണ്ടാക്കാൻ പോയില്ല, മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചില്ല, ഈ പറയപ്പെടുന്ന ആരോഗ്യമന്ത്രി മറ്റു പണികളെല്ലാം കഴിഞ്ഞ് അവിടെ ചെന്ന് ക്യാമ്പ് ചെയ്യേണ്ട അവസ്ഥയുണ്ടായില്ല. ഒരു ജംഗ്ഷനിൽ ഇപ്പം ഞാൻ കൃത്യമായി ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു പഞ്ചായത്ത് മെമ്പർ സ്വാഭാവികമായും ഏറ്റവും ജനാധിപത്യത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ജനപ്രതിനിധിയാണ്. അവരുടെ പഞ്ചായത്തിൽ ഒരു വിഷയമുണ്ടാകുന്നു. അവരുടെ പഞ്ചായത്തിൽ ഒരു പാമ്പ് വെല്ലുവിളി നേരിടുകയാണ്. ഈ പഞ്ചായത്ത് മെമ്പർ നേരിട്ട് ഒരു ഉടക്കുമായിട്ട് പാമ്പിനെ പിടിക്കാൻ പോവുകയാണോ ചെയ്യേണ്ടത്? ഫോറസ്റ്റിൻ്റെ RRT സംവിധാനത്തിൽപ്പെട്ട ഈ പറയപ്പെടുന്ന സർപ്പയിൽപ്പെട്ട ആരെങ്കിലും ഈ പാമ്പ് പിടുത്തക്കാരെ വിളിച്ചിട്ട് അത് കൃത്യമായി ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത്. അതിന് അദ്ദേഹം അവിടെ വേണമെന്നില്ല. അദ്ദേഹത്തിന് ആ സമയത്ത് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോകാം. സിമ്പിളായ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ആരോഗ്യമന്ത്രി ക്യാമ്പ് ചെയ്യേണ്ടുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി.
ഖജാവിൽ നിന്ന് സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഒട്ടനവധി ഉദ്യോഗസ്ഥരുണ്ട്, ഒട്ടനവധി സംഘടനകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഇവയെ കൃത്യമായി ഏകോപിപ്പിച്ചാൽ മതി. അതിനവിടെ ജില്ലാ കളക്ടറുണ്ട്, അതിനൊക്കെയും എല്ലാം മേളിയിരിക്കുകയാണ് മന്ത്രി. ആ ഒരു ജില്ലയിലെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. ബഹുമാനായ കെ മുരളീധരൻ കേരളത്തിന്റെ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അദ്ദേഹത്തിന് ചെയ്തു തീർക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പോയി ക്യാമ്പ് ചെയ്യണമല്ലോ. അപ്പം ആരോഗ്യമന്ത്രിയുടെ അഭാവത്തിൽ സ്വയം ആരോഗ്യമന്ത്രി ചമഞ്ഞ് അവിടെ കോൾ സെന്ററിൽ കയറി ചെന്ന ഒരാള് ബഹളം കാണിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. എനിക്ക് അവരോടൊക്കെ സംസാരിക്കണം. ഉദ്യോഗസ്ഥർ ചോദിച്ചു നിങ്ങൾ ആരാ? ഞാൻ ഈ കോഴിക്കോട് ജില്ലയിലെ MLA ആണ്. അതിനിപ്പോ എന്താ ഇവിടെ ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് KM പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പൊ ഒരു ജില്ലയിൽ മാത്രമല്ല ഒരു പകർച്ചവ്യാധി ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ ജില്ലയിലും ഓരോ പകർച്ചവ്യാധി ഉണ്ടാകുമ്പോൾ അവിടെ പോയി താമസിക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ടൊരു കാര്യമല്ല. പക്ഷെ രോഹിത്തോടെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞല്ലോ അന്ന് PR വർക്കുകൾ ചെയ്തിരുന്നു, ഇന്നത് ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ PR വർക്കിന്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ നിപ്പ ഇത്രയും അടിപൊളിയായിട്ട് മാനേജ് ചെയ്തു എന്നുള്ള കാര്യം എത്ര ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും? അല്ല, എന്തിനാണെന്ന് അങ്ങനെ അറിയിക്കുന്നേ? അത് ഇലക്ഷൻ സ്റ്റണ്ടിന് വേണ്ടിയിട്ടുള്ള PR വർക്കുകളല്ലേ. ഇവിടെ ഇത്രയൊക്കെ PR ചെയ്തിട്ടും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഹോർഡിങ്സുകൾ മുഴുവൻ വിലക്കെടുത്ത് പരസ്യം ചെയ്തിട്ടും ഇവിടുത്തെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി UDF മുന്നണിയെ വിജയിപ്പിച്ച നിയമസഭയിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ മണ്ടന്മാരല്ല. എല്ലാ കാലത്തും PR കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. 10 വർഷക്കാലം ഇവർ കാണിച്ച പൊതുഖജനാവിലെ സാധാരണക്കാരൻ നികുതി അടയ്ക്കുന്ന പണം എടുത്ത് PR കമ്പനികൾക്ക് ഒരു റീൽസ് ചിത്രീകരിക്കുന്ന 2.5 ലക്ഷം രൂപയും കൊടുത്ത മണ്ടത്തരം, ചതി, ജനങ്ങളോടുള്ള കൊടിയ ചതി, അത് UDF സർക്കാർ തുടരാൻ നിന്നാൽ ഇവരും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? ജനങ്ങളെ വീണ്ടും മണ്ടന്മാരാക്കുന്ന പരിപാടിയല്ലേ. അപ്പൊ ആവശ്യത്തിനുള്ള PR മതി. കൃത്യമായ വാർത്താക്കുറിപ്പുകൾ കെ മുരളീധരന്റെ ഓഫീസിൽ നിന്ന് നമ്മളടക്കമുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്കും ലഭിക്കുന്നുണ്ട്. ഇതിന്മേലെടുത്ത ഓരോ നടപടികളെ കുറിച്ചും കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു 3 ദിവസം മുമ്പ് 12 വാർത്താക്കുറിപ്പ് എന്തുവാണ് കെ മുരളീധരന്റെ ഓഫീസിൽ നിന്ന് നമുക്കൊക്കെ അയച്ചു തന്നത് അല്ലേ. അപ്പോ സ്വാഭാവികമായും കൃത്യമായ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിൽ നടക്കുന്നുണ്ട്. ആ കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും വേണ്ട. ആരോഗ്യവകുപ്പ് മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടത്. പിന്നെ ഇവർ പറയുന്നുണ്ട് ഉദ്യോഗസ്ഥ മാറ്റവുമായി ബന്ധപ്പെട്ട് അതിനും കൃത്യമായ മറുപടി എടുക്കുന്നുണ്ട്. സർക്കാർ മാറിയതറിയാതെ ഇടതുപക്ഷത്തിന് വേണ്ടി വിടുവേല ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥർ മന്ത്രിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ തയ്യാറെടുത്തപ്പോൾ അവരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി പിണറായി വിജയനെ കൊണ്ടുപോകും. പിണറായി വിജയൻ ചോദിക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ സ്ഥാനമാറ്റം എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ പിൻവാതിലൂടെ തിരികെ കയറ്റിയതുപോലെ അല്ല സാർ. സർവീസ് ലിസ്റ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ വേണ്ട രീതിയിൽ ഷിഫ്റ്റ് ചെയ്യാനോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുമുള്ള സർവ്വവിധമായ അവകാശവും ഇവിടെ ഭരിക്കുന്ന സർക്കാരിനുണ്ട്. സർക്കാർ പറയുന്ന സ്ഥലങ്ങളിൽ പോയി പണിയെടുക്കുന്നതിനാണ് അവർക്ക് TA-യും DA-യും ഈ പറയപ്പെടുന്ന ശമ്പളവും അലവൻസുകളും അടക്കമുള്ളത് കൊടുക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർ അത് ബാധ്യസ്ഥരാണ്. കാസർഗോഡ് പണിയെടുക്കാൻ പറഞ്ഞാൽ കാസർഗോഡ് പണിയെടുക്കണം, തിരുവനന്തപുരത്തേക്ക് പോകാൻ പറഞ്ഞാൽ തിരുവനന്തപുരത്ത് പോയി പണിയെടുക്കണം. പറ്റാത്തവർ VRS എടുത്ത് വീട്ടിൽ പോകണം. അതിനുള്ള ഓപ്ഷൻ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ആവശ്യപ്പെട്ട ഉപകരണം കൊടുത്തില്ല എന്നല്ല അവർ പറഞ്ഞത്. ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എന്നെ തടഞ്ഞു എന്നൊന്നും അല്ല പറഞ്ഞത്. ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് ആയിരുന്നു അവിടെ പറഞ്ഞത്. അതിന്മേലാണ് നടപടി ഉണ്ടായത്. പക്ഷേ പറയുന്നത് ആരോഗ്യവകുപ്പ് വലിയ വീഴ്ച സംഭവിച്ചു, ആരോഗ്യമന്ത്രി U-ടേൺ എടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ഈ ചെറിയൊരു വീഴ്ച, ചെറിയൊരു മിസ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പാനിക് സിറ്റുവേഷൻ നിൽക്കുമ്പോഴാണ് സർക്കാർ അതിനെ വലിയ പുറത്തു ലോകത്തേക്ക് വിടാതെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതിനെ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് എന്നത് ചെറിയ തെറ്റല്ല, അത് വലിയ തെറ്റ് തന്നെയാണ്. അവർ ആ സ്ഥാനത്ത് തുടരാൻ അർഹയല്ല എന്നുള്ളത് കൊണ്ടാണ് അവരെ സ്ഥാനം മാറ്റി. എന്തായാലും കോടതി ഉത്തരവോടുകൂടി ഇവിടെ വന്നിരിക്കുന്നുണ്ട്. കസേരയൊന്നും മാറ്റി ഇരുത്തിയിട്ടേ ഉള്ളൂ, അവിടെ നിന്നും മാറ്റാൻ എനിക്കറിയാം എന്ന് കെ മുരളീധരൻ എന്ന് കൃത്യമായി നിയമസഭയിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെ UDF സർക്കാരിനെ വലിയ ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടത് ഇതൊക്കെ ചെയ്യാറാണ്. അതിൽ തന്നെ ആരോഗ്യവകുപ്പ് ചോദിച്ചു മേടിച്ചതാണ് കെ മുരളീധരൻ അല്ലേ. ആരോഗ്യവകുപ്പ് തൊട്ടാപ്പൊള്ളുന്ന വകുപ്പാണെന്ന് കൃത്യമായ ബോധ്യമുണ്ടായിട്ടും ആ വകുപ്പ് എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി ഏറ്റെടുത്തതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ആദ്യം തന്നെ പറയുന്നതാണ് തിരുവനന്തപുരത്ത് രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് വരും. രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് വരുന്നതോടുകൂടി ഇപ്പോൾ നിലവിലുള്ള മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയിൽ നിന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ശിവകുമാർ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് 2ാം മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിച്ചതാണ്. അതിനെ ഈ 10 വർഷം കൊണ്ട് ഈ സർക്കാർ നശിപ്പിച്ചു കളഞ്ഞതാണ്. ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജ് വരികയാണ്. നിലവിലുള്ള മെഡിക്കൽ കോളേജുകളെല്ലാം സജ്ജമാക്കിയെടുക്കും വരും വർഷങ്ങൾ. ഇത് ഒരു ദിവസം കൊണ്ട് സ്വിച്ച് ഇട്ട് കത്തുന്ന ലൈറ്റ് കത്തുന്നത് പോലെയല്ല. പിണറായി വിജയനോട് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തുടങ്ങേണ്ടുന്ന പ്രവർത്തനങ്ങൾ, മഴക്കാലത്തിന് മുൻപേ നടത്തേണ്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ 2ാം പിണറായി സർക്കാർ പരാജയപ്പെട്ടതിന്റെ ഫലമാണ് ഇപ്പോൾ കാണുന്നത്. ഈ സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 30-32 ദിവസങ്ങളെ ആകുന്നുള്ളൂ. അതിൽ ഈ പറയപ്പെടുന്ന ആരോഗ്യമന്ത്രിക്ക് വകുപ്പ് വിഭജിച്ച് കിട്ടിയിട്ട് കാര്യങ്ങളാകുന്നേ ഉള്ളൂ. അദ്ദേഹം ഇതിനെയൊക്കെ ഏകോപിപ്പിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ മുഹമ്മദ് റിയാസ് സ്വന്തം ആസനത്തിലേക്ക് തോക്കെടുത്ത് വെച്ച് വെടിവെക്കുന്ന അവസ്ഥയിലാണ് പോയത്. കാരണം ഈ മെയ് മാസത്തിൽ അധികാരത്തിലെത്തിയ സർക്കാർ മഴക്കാല പൂർവ്വ
ഈ പറയപ്പെടുന്ന പ്രതിപ്രവർത്തനങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഇത് ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ചെയ്യേണ്ടതാണ് അല്ലെ, ഉണക്കുകാലത്ത് ചെയ്യേണ്ടതായിരുന്നു. ഇതൊന്നും ചെയ്യില്ല. ഡ്രൈ ഡേ പ്രഖ്യാപിച്ചില്ല എന്നുള്ളതാണ് ഈ പറയപ്പെടുന്ന മുഹമ്മദ് റിയാസിന്റെ പ്രശ്നം. ആ സമയത്ത് ഡ്രൈ ഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നമുക്കൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളൂ ഇന്ന ദിവസങ്ങളിൽ ഡ്രൈ ഡേ ആണ് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ആരോഗ്യവകുപ്പ് മികച്ച രീതിയിൽ തന്നെ കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ UDF സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. 10 വർഷക്കാലം കൊണ്ട് നശിപ്പിച്ച് നാരായണക്കല്ല് പറിച്ചൊരു സിസ്റ്റത്തെ നന്നാക്കി എടുക്കാൻ ഒരു 10 മാസമെങ്കിലും വേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല. അതിന് കപ്പാസിറ്റി ഉള്ള ആളു തന്നെയാണ് ആ കസേരയിൽ ഇരിക്കുന്നത്. വേണമെങ്കിൽ സഖാക്കൾ ഇപ്പോൾ ഈ VD സതീശന്റെ അച്ഛന്റെ ജാതിപ്പേരൊക്കെയാണല്ലോ ഇവരുടെ പ്രശ്നം. ഞാനത് റിപ്പീറ്റ് ചെയ്യാണ്. കണ്ണോത്ത് കരുണാകര മാരാർ മകൻ K മുരളീധരനാണ് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി. ഈ പറയപ്പെടുന്ന വടശ്ശേരി ദാമോദര മേനോൻ മകൻ VD സതീശൻ, അദ്ദേഹം അതിനു മുകളിൽ മുഖ്യമന്ത്രിയായുണ്ട്. അവർക്കറിയാം ആ പണി വൃത്തിയായി ചെയ്യാൻ. അവർ ചെയ്യുക തന്നെ ചെയ്യും.